അതേപോലെ ഇലക്ട്രോണിക്സ് ആണെങ്കിൽ 32, മെക്കാനിക്കലാർക്ക് 118 വേക്കൻസീസ് ആണ് ഉള്ളത്. മെക്കാനിക്കലിന് 118 വേക്കൻസീസ് ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസ് 22, സിവില് 62 വേക്കൻസീസ് ഉണ്ട് സിവിലിന്. ഡിപ്ലോമ അല്ലെങ്കിൽ ബിടെക് കഴിഞ്ഞിട്ട് എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ലാതെ പബ്ലിക് സെക്ടറിൽ ജോലി ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് ഇപ്പം വന്നിട്ടുള്ളത്. അത് ഇലക്ട്രിക്കല്, സിവില്, മെക്കാനിക്കൽ എല്ലാവർക്കും അതിന്റെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അതിന്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങളായിരിക്കും ഷെയർ ചെയ്യുന്നുണ്ടാവുക. ഇത് ഇപ്പൊ വന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ്. ഓഗസ്റ്റ് മാസം 14 തീയതി ഇന്ന് വന്ന നോട്ടിഫിക്കേഷൻ ആണ്. IOC, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു മേജർ PSU തന്നെയാണ് അല്ലെ. അത് നമ്മൾ എക്സിക്യൂട്ടീവ് പൊസിഷനിലേക്കാണ് വിളിച്ചേക്കുന്നത്. കെമിക്കൽ ഉണ്ട്, സിവിൽ ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, ഓക്കെ, ഇലക്ട്രിക്കൽ ഉണ്ട്. ഇലക്ട്രിക്കൽ ആകുമ്പോൾ ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ, ഇത്രയും എന്താ പറയണ്ടേ, ഇത്രയും ബ്രാഞ്ച് അറിയാലോ, ഇത്രയും ഡിസിപ്ലിൻ ആർക്ക് അപ്ലൈ വേണ്ടി പറ്റും. ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ്, അതേപോലെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അലൈഡ് എഞ്ചിനീയറിംഗ്, ഇൻസ്ട്രുമെന്റേഷൻ അലൈഡ് എഞ്ചിനീയറിംഗ്, ഓക്കെ, അതേപോലെ കമ്പ്യൂട്ടർ സയൻസ്, സിവില്. ഇതിപ്പം പറഞ്ഞ ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ട്രെയിനി ആണ്. അപ്പോൾ അവിടെ ഫുൾ ടൈം റെഗുലർ ക്വാളിഫിക്കേഷൻ ഫോർ ദി ഫോളോയിങ് ഡിസിപ്ലിൻ ഓർ ഫ്രം ഇൻസ്റ്റിറ്റ്യൂഷൻ, കോളേജസ് ഓർ യൂണിവേഴ്സിറ്റി ഓർ ഡീംഡ് യൂണിവേഴ്സിറ്റി ബൈ റെക്കഗ്നൈസ്ഡ് ബൈ AICTE ഓർ UGC. അതായത് നിങ്ങൾക്ക് അവിടെ BTech ക്വാളിഫിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ട്രെയിനി എന്ന് പറയുന്ന പോസ്റ്റിലേക്ക്, ഗ്രേഡ് A എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, സിവില്, കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രിക്കല് എല്ലാവർക്കും അപ്ലൈ വേണ്ടി പറ്റുന്നുണ്ടാവും. ഇതിന്റെ വേക്കൻസീസ് നമ്മളോട് പറയാം. ഓക്കെ, ഇനിയിപ്പം ഡിപ്ലോമയാണ് നിങ്ങളുടെ കയ്യിൽ ഉള്ളതെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ ഡിപ്ലോമ 3 ഇയർ ഡിപ്ലോമ, മെക്കാനിക്കൽ 3 ഇയർ ഡിപ്ലോമ, സേഫ്റ്റി 3 ഇയർ ഡിപ്ലോമ കഴിഞ്ഞവർക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ് ഈ ഡിപ്ലോമ എഞ്ചിനീയർ ഇൻ ഗ്രേഡ് E0. ഓക്കെ, അപ്പൊ ഇതിന്റെ എക്സാം പാറ്റേൺ എന്താണെന്നുള്ള കാര്യങ്ങൾ നമുക്കെല്ലാം അവിടെ നോക്കാം. ഓക്കെ, ഓൾറെഡി പറഞ്ഞു, അതായത് നിങ്ങളുടെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് BTech ആണ് എഞ്ചിനീയർ ട്രെയിനിയുടെ കേസിലും. ഡിപ്ലോമ ട്രെയിനിയുടെ കേസിൽ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിപ്ലോമയാണ്. അപ്പം ഡിപ്ലോമ ഇല്ലാതെ BTech മാത്രമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിപ്ലോമ എഞ്ചിനീയർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് അപ്ലൈ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. ഗ്രാജുവേറ്റ് എഞ്ചിനീയർ പോസ്റ്റിലേക്ക് മാത്രമേ അപ്ലൈ വേണ്ടി പറ്റുന്നുണ്ടാവുള്ളൂ. ഇതിലിപ്പോൾ ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ആണെങ്കിൽ 26 വയസ്സാണ് ഏജ് ലിമിറ്റ്. അതേപോലെ ഡിപ്ലോമ എഞ്ചിനീയർ ആണെങ്കിലും 26 വയസ്സാണ് അവിടെ ഏജ് ലിമിറ്റ്. പിന്നെ കറസ്പോണ്ടിങ് OBC, SC, ST കാൻഡിഡേറ്റ്സിന്റെ കേസിൽ 3-5 വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ട്. പിന്നെ നമ്മൾ ലോ ഓഫീസർ എന്ന് പറഞ്ഞ പോസ്റ്റിന് മാത്രമേ അവിടെ വർക്ക് എക്സ്പീരിയൻസ് ആവശ്യമുള്ളൂ. നമ്മളെ ഗ്രാജുവേറ്റ് എഞ്ചിനീയറിനോ അല്ലെങ്കിൽ ഡിപ്ലോമ എഞ്ചിനീയറിനോ ഒന്നും ആവശ്യമില്ല. മുന്നേക്കെ വെച്ചാൽ ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ട്രെയിനി അല്ലെങ്കിൽ ഡിപ്ലോമ എഞ്ചിനീയർ ട്രെയിനി എന്നൊക്കെയാണ് പോസ്റ്റിന്റെ പേരുണ്ടാവുക. ഇത് ഇന്ന് തൊട്ട് നിങ്ങൾക്ക് അവിടെ അപ്ലൈ വേണ്ടി പറ്റുന്നുണ്ടാവും. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ മാസം 3 തീയതി വരെയാണ്. ഇഷ്യൂൻസ് ഓഫ് അഡ്മിറ്റ് കാർഡ് സെപ്റ്റംബർ മാസം 15 തീയതി, എക്സാമിനേഷൻ സെപ്റ്റംബർ മാസം 24 തീയതി. ഈ ഒരു പ്രോസസ് ഈ വർഷം എൻഡോട് കൂടി ഈ ഒരു പ്രോസസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ട്രെയിനിങ് സ്റ്റാർട്ട് ആവുന്നുണ്ടാവും. അല്ലെങ്കിൽ മാക്സിമം അടുത്ത വർഷം സ്റ്റാർട്ടിങ് തന്നെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇവരിവിടെ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, നമ്മൾ പറഞ്ഞു നമ്മളെ ഒരു സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടാവും, പിന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻ അല്ലെങ്കിൽ ഗ്രൂപ്പ് ടാസ്ക് ഉണ്ടാവും, പിന്നെ പേഴ്സണൽ ഇന്റർവ്യൂ ഉണ്ടാവും. ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് 100 മൾട്ടിപ്പിൾ MCQs ആണ് ഉണ്ടാവുക. 20 മാർക്ക് QA ആയിരിക്കും, 15 മാർക്ക് റീസണിങ്, വെർബൽ എബിലിറ്റി എത്ര 15 മാർക്കിന്. പിന്നെ അതുകൂടാണ്ട് നമ്മളുടെ ഡൊമൈൻ നോളജ്, ഇലക്ട്രിക്കല്, സിവില്, അങ്ങനെ ഇലക്ട്രോണിക്സ് കറസ്പോണ്ടിങ് ഡൊമൈൻ നോളജ്, ഡിപ്ലോമ ലെവല്, BTech ആണെങ്കിൽ BTech ലെവല്. പിന്നെ അതുകൂടാണ്ട് 1 ഡേ ഫോർത്തിന്റെ അവിടെ നെഗറ്റീവ് മാർക്കിംഗ് അവിടെ ഉണ്ട്. ഓക്കെ, കേരളത്തില് എറണാകുളത്ത്, കൊച്ചിയിൽ എക്സാമിനേഷൻ സെന്റർ ഉണ്ട്, പിന്നെ കോഴിക്കോട് ഉണ്ട്, അതേപോലെ ട്രിവാൻഡ്രം ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് എക്സാമിനേഷൻ സെന്റേഴ്സ് ഉള്ളത്. ഓക്കെ, ഷോർട്ട് ലിസ്റ്റിംഗ് പ്രോസസ്സും കാര്യങ്ങളൊക്കെയാണത്. അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന് 85% വെയിറ്റേജ് ഉണ്ടാവും, പിന്നെ ഗ്രൂപ്പ് ഡിസ്കഷന് 5%, പിന്നെ പേഴ്സണൽ ഇന്റർവ്യൂവിന് 10%. ആ ഒരു രീതിയിലാണ് ഉണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് IOCയുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഇതിന്റെ വേക്കൻസി ഡീറ്റെയിൽസ് നമ്മൾ പറയണത്ര അത് പറയാം. വേക്കൻസി ഡീറ്റെയിൽസ് നല്ല രീതിയിൽ വേക്കൻസി ഒക്കെ ഉള്ളതാണ്. ആപ്ലിക്കേഷൻ ഫീ 1000 ആയിരിക്കും നോർമൽ ആയിട്ട് ഉണ്ടാവാറ്. അപ്പൊ 1000 തന്നെയായിരിക്കും ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, പിന്നെ അവിടെ ബോണ്ട് ഉണ്ട്, 3 lakhs ഒരു ബോണ്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് മെയിൻ ആയിട്ടുള്ളത്. ഇനിയിപ്പോ നമുക്കിവിടെ വേക്കൻസീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ആദ്യം ഇലക്ട്രിക്കൽ ആണെന്നുണ്ടെങ്കിൽ 32 ആണ് അൺറിസർവ്ഡിന്റെ കേസിൽ, അതായത് ഗ്രാജുവേറ്റ്. ഓക്കെ,
ഗ്രേഡ് എ എന്ന് പറയുമ്പോൾ ഗ്രാജുവേറ്റ് എഞ്ചിനീയറിന്റെ ആണ്. ഓക്കെ, ഇലക്ട്രിക്കൽ 32 ഉണ്ട്, 7 EWS, OBC 20, SC 11, ST 5, ടോട്ടൽ 75 വേക്കൻസീസ് ആണ് ഇലക്ട്രിക്കലിനുള്ളത്. ഓക്കെ, ടോട്ടൽ 75 വേക്കൻസീസ് ഇലക്ട്രിക്കലിനുണ്ട്. അതേപോലെ ഇലക്ട്രോണിക്സ് ആണെങ്കിൽ 32, മെക്കാനിക്കലാർക്ക് 118 വേക്കൻസീസ് ആണ് ഉള്ളത്. മെക്കാനിക്കലിന് 118 വേക്കൻസീസ് ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസ് 22, സിവില് 62 വേക്കൻസീസ് ഉണ്ട് സിവിലിന്. ഓക്കെ, പിന്നെ ഇനിയിപ്പോ ഡിപ്ലോമ ആണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്കലിന് 14 വേക്കൻസി, മെക്കാനിക്കലിന് 21 വേക്കൻസി, സേഫ്റ്റിക്ക് 15 വേക്കൻസീസ്. ഈ ഒരു രീതിയിലാണ് അവരുടെ വേക്കൻസി ഉള്ളത്. ഓക്കെ, അപ്പോ ഇത്രയാണ് മെയിൻ ആയിട്ട് നമുക്ക് അവിടെ കാര്യങ്ങൾ പറയാനുള്ളത്. പിന്നെ കറസ്പോണ്ടിങ് ആ ഒരു റിസർവേഷൻ, അതായത് PWD കാൻഡിഡേറ്റ്സിനാണ് അവരോട് സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോ ഇത്രയാണ് നമുക്ക് അവിടെ ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ്സ് കാര്യങ്ങൾ പറയാനുള്ളത്. സെപ്റ്റംബർ മാസം എന്തായാലും ഇതിന്റെ എക്സാം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക, നല്ല രീതിയിൽ പഠിക്കുക. ഇതൊക്കെ ലോങ് ടൈം പ്രിപ്പറേഷൻ അവിടെ ആവശ്യമാണെന്നുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ കൂടുതൽ വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.